ഔസേപ്പച്ചൻ്റെ ഏറ്റവും ഹൃദ്യമായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പതിഞ്ഞ ചിത്രങ്ങളിൽ ഒന്നാണ് ഉള്ളടക്കം. അമല അവതരിപ്പിച്ച രേഷ്മ എന്ന കഥാപാത്രത്തിൻ്റെ മനോവ്യാപാരങ്ങളെ എത്ര മനോഹരമായാണ് സംഗീത സംവിധായകൻ പശ്ചാത്തല നാദങ്ങളിലൂടെ പ്രതിഫലിപ്പിച്ചത്. ഉള്ളടക്കത്തിൽ നമ്മൾ അതിലെ കഥയിലൂടെ പോകുമ്പോൾ അതിലെ ഈ അമലയുടെ കഥാപാത്രത്തെ ഹോണ്ട് ചെയ്യുന്നത് ഒരു ഡ്രമ്മിൻ്റെ സൗണ്ടാണ്. അപ്പോൾ ഈ ഡ്രം ബീറ്റ് ഉണ്ട്, അതൊരു മറ്റേ ജാസ് അതുപോലത്തെ അത് വായിക്കുന്ന ഒരു ഡ്രമ്മർ ക്യാരക്ടറിനെ പ്രണയിച്ച പെൺകുട്ടിയുടെ കഥയാണ്. അത് പല സിറ്റുവേഷനിലും നമ്മളത് വരുന്നുണ്ട്. ഇപ്പോൾ പടത്തിൽ മോഹൻലാൽ അത് വായിക്കുന്നുണ്ട്, പിന്നെ ആ സ്നേഹിച്ച കാമുകൻ ഫ്ലാഷ് ബാക്കിൽ വായിക്കുന്നുണ്ട്. ഇപ്പോൾ അവരെ ഹോണ്ട് ചെയ്യുന്ന പല സമയത്തും നമ്മൾ ആ ഡ്രമ്മിൻ്റെ അതിനൊരു തീം മ്യൂസിക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഔസേപ്പച്ചൻ. അത് വെച്ചിട്ടാണ് ഔസേപ്പച്ചൻ അതിൻ്റെ എല്ലാ മിക്കവാറും സീക്വൻസിലൊക്കെ അത് ചെയ്തിട്ടുള്ളത്. അതിൽ മെയിനായിട്ട് നല്ല പാട്ടുകളും നമ്മൾ പാട്ടിൻ്റെ തീമൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാലിനൊക്കെ അറിയാം, ലാലിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള എൻ്റെ അടുത്ത് പറയാറുണ്ട് പക്ഷേ ഇതൊന്നുമല്ല അതിലത്തെ മ്യൂസിക്. അതിലൊരു ഡിഫറെൻറ്റ് മ്യൂസിക് ഉണ്ട്. ഒരു മായാമാളവികൗള രാഗം ബേസ് ചെയ്തിട്ട് ഇതൊരു പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് ഏതോ ഒരു നീഗ്രോൻ്റെ ഏതോ ഒരു മ്യൂസിക്കിൽ അവൻ ഏതോ ഒരു ഏരിയയിൽ മായാമാളവികൗളം അവൻ അറിഞ്ഞൂടെ മായാമാളവികൗളം ഒന്നും അവൻ അതിൻ്റെ രീതിയിൽ അവൻ്റെ ഇൻസ്ട്രുമെൻറ്റിൽ എന്തോ ടച്ച് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കമ്പോസ് ചെയ്ത മ്യൂസിക് അതൊന്നുമല്ല, പക്ഷെ അതിൽ നിന്നാണ് എനിക്ക് ആ സ്ട്രൈക്ക് ചെയ്തത്. ഇതൊരു ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ, നമ്മൾ ഇതുമാതിരി ഡിഫറെൻ്റ് ആയിട്ട് അപ്ലൈ എന്ന് പറഞ്ഞിട്ടാണ്. ഉള്ളടക്കം എന്ന് പറയുന്ന സിനിമയിലും ഈ തൂവൽസ്പർശം എന്ന് പറയുന്ന സിനിമയിലും അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ചില മ്യൂസിക് ബിറ്റുകളുണ്ട്. അത് നമ്മൾ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് അദ്ദേഹം ആയുഷ്കാലം എന്ന് പറയുന്ന സിനിമ ചെയ്ത സമയത്ത് ഉള്ളടക്കത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു അമലയുടെ ചില എന്താ പറയുക പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. അമ്മയെക്കുറിച്ച് ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. അതിൽ സുകുമാരി ചേച്ചിയെ കാണുന്ന അതിലൊരു ഹമ്മിങ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊരു പർട്ടിക്കുലർ ഒരു പീസ്, ഒരു ഹമ്മിങ് പീസ് എന്നുള്ളത് അദ്ദേഹം അതിമനോഹരമായ ഒരു പാട്ട് പിന്നീട് ആയുഷ്കാലം എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ആ ഡയറി വായിക്കുന്ന സമയത്തുള്ള മെലഡി ഡെഫിനറ്റ്ലി അതൊന്ന് ഫാസിൽ സാറായിട്ട് പിന്നീട് ഞാൻ ഒരുപാട് പടങ്ങൾ ഈ അടുത്ത കാലം വരെ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്ന ഒരു 6-7 പടങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഹരികൃഷ്ണൻ സിനിമ ഒരുപാട് മൊമെൻറ്റ്സുകളുണ്ടായിരുന്നു. ആ മൊമെൻറ്റ്സുകളിലൊക്കെ പുള്ളി വളരെ നന്നായിട്ട് റീറെക്കോർഡ് ചെയ്തു. എനിക്ക് ഏറ്റവും നന്നായിട്ട് റീറെക്കോർഡ് ചെയ്തതിൻ്റെ ഒരു പടം വിസ്മയത്തുമ്പത്തിനാണ് എനിക്ക് തോന്നുന്നത്. ആ വിസ്മയത്തുമ്പത്തിന് വേണ്ട ഒരു മിസ്റ്റിക് അറ്റ്മോസ്ഫിയർ മ്യൂസിക്കിലൂടെ കൊടുത്തിരുന്നു, വളരെ നന്നായിട്ട് തന്നെ കൊടുത്തിരുന്നു. കമൽ സാറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ചെയ്തിട്ടുള്ള സിനിമകൾ അതൊരു നൊസ്റ്റാൾജിയ പോലെ ഓർമ്മയുള്ള മറ്റു പടങ്ങളാണ് ഈ തൂവൽ സ്പർശം, പിന്നെ ആയുഷ്കാലം. അതിനൊരു മ്യൂസിക് എൻ്റെ ഓർമ്മ ഇങ്ങനെയാണ്. തൂവൽ സ്പർശം അതുപോലെ ഈ കുട്ടിയും ഒക്കെ ആയിട്ട് വളരെ സോഫ്റ്റ് മ്യൂസിക് ഒക്കെ ഉപയോഗിച്ചു. തൂവൽ സ്പർശത്തിലത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാലിന് ഓർമ്മ വരുമെന്ന് പറഞ്ഞുകൂടാ. തൂവൽ സ്പർശവും ഉള്ളടക്കവും തമ്മിലൊരു ബന്ധമുണ്ട്. അതെന്താണെന്നറിയോ? പാതിരാമഴ എന്ന് പറഞ്ഞ പാട്ട് കേട്ടിട്ടുള്ളൂ. അതിലൊരു മ്യൂസിക് ഉണ്ട്. ഉർവശിയുടെ ഒരു ചെറിയൊരു സെൻറ്റിമെൻ്റൽ സാഡ് സീക്വൻസിൽ ഇത് ഒരു 1-2 സ്ഥലത്ത് മാത്രം, അധികം അതിനവിടെ പ്രസക്തിയില്ല എങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനത് കമലിനോട് പറഞ്ഞു. അപ്പോഴാണ് തൂവൽ സ്പർശം കഴിഞ്ഞിരിക്കുകയാണ്, ഇറ്റ്സ് എ സക്സസ്ഫുൾ മൂവിയാണ്. ഞാൻ പറഞ്ഞു ഇത് വളരെ ആപ്റ്റായിട്ട് ഇതിന് ഇത് പാട്ടൊന്നുമല്ലല്ലോ, ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ചെറിയൊരു എക്സാക്ട്ലി ഇതൊന്നുമല്ല കേട്ടോ, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഇതിൽ നിന്ന് അയ്യോ അത് നല്ലതാ അതിൽ നിന്ന് എടുത്തു. ഔസേപ്പിൻ്റെ പാട്ടുകൾ പലതും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആർക്കും ഔസേപ്പിൻ്റെ റീ റെക്കോർഡിങ് ആവശ്യമുണ്ടായിരുന്നില്ല. അതായിരുന്നു ഔസേപ്പിൻ്റെ അന്നുള്ള ഏറ്റവും വലിയ വിഷമവും. പക്ഷേ ഔസേപ്പിൻ്റെ റീ റെക്കോർഡിങ്ങിന് അന്ന് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് ഞാൻ. കാരണം വെച്ചാൽ ഇയാളുടെ ഈ മെലഡിയോടുള്ള ഇയാളുടെ ഒരു താല്പര്യവും അതിൽ അയാളുടെ റീ റെക്കോർഡിങ്ങിൽ പോലും വരുന്ന മെലഡിയുടെ ഒരു അംശം. പക്ഷേ അന്ന് ശീലമുണ്ടായിരുന്നൊരു റീ റെക്കോർഡിങ് രീതി എന്നത് വളരെ വ്യത്യസ്തമായിരുന്നു. എന്തുകൊണ്ട് ഔസേപ്പിൻ്റെ മ്യൂസിക്കിനെ റീ റെക്കോർഡിങ്ങിനെ ഈ ഡയറക്ടേഴ്സ് മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളൊരു വിഷമം അന്നുണ്ടായിരുന്നു. പക്ഷേ കാലങ്ങളെടുത്തു ഔസേപ്പച്ചന് ഇന്ന് ഔസേപ്പ് റീ റെക്കോർഡ് ചെയ്യുന്ന സിനിമകളുടെ ലിസ്റ്റ് എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ മറ്റാർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുന്നു. ഇന്ന്
ഔസേപ്പച്ചൻ മ്യൂസിക് ചെയ്യാത്ത പടത്തിൽ പോലും ഔസേപ്പിൻ്റെ റീ റെക്കോർഡിങ് ഇവിടെ ഡയറക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഔസേപ്പിൻ്റെ പോലെ തന്നെ സന്തോഷിക്കുന്ന ഒരാളാണ്. കാരണം ഔസേപ്പ് പലപ്പോഴും അന്ന് കട്ട് ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്ന ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് അന്നും ഔസേപ്പിൻ്റെ റീ റെക്കോർഡിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നരൻ്റെ റീ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കുകയാണ് ജോർജ് സാറ്. ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു ത്രില്ലിങ് ഒരു 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 അനുഭവമാണത്. കാരണം എന്നെ റീ റെക്കോർഡിങ്ങിന് പോരാ എന്ന് പറഞ്ഞ് ഒതുക്കി വെച്ചിരുന്ന ഒരു മനുഷ്യൻ റീ റെക്കോർഡിങ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് എന്നെ വിളിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് വലിയൊരു അംഗീകാരമാണ്. നരൻ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അദ്ദേഹത്തിന് വളരെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെയധികം ഇഷ്ടമായെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 6-7 പടം പിന്നീട് ഞാൻ തന്നെയാണ് ചെയ്തത്. അവാർഡുകളും അംഗീകാരങ്ങളും ഒരുപാടുണ്ട്. ഇപ്പം നാഷണൽ അവാർഡ് ആദ്യമായിട്ട് ഒരേ കടം. ഓൾമോസ്റ്റ് 50% ഓഫ് ദ ഫിലിം ഈസ് ഫുള്ളി ലോഡഡ് വിത്ത് സോങ്സ് ആൻഡ് ബിറ്റ്സ് ഓഫ് ദ സോങ്സ്. ഫുൾ സോങ് തന്നെ കുറവാണ്. അവിടെ ഇവിടേക്ക് അതിൻ്റെ മൂഡിനനുസരിച്ച് ആ പാട്ട് വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതും ഈ ശുഭോന്തരാളി രാഗത്തിൽ വേണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അത് പുള്ളി ഇങ്ങനെ ബേസിക്കലി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ വി ക്യാൻ ഡു ദാറ്റ്. പക്ഷേ എങ്കിലും നമ്മൾ ശുഭന്തോരാളി രാഗത്തിൽ നമുക്ക് ചില പീസുകൾ പിയാനോ പീസുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നാവില്ല. അതിന് നമ്മൾ കുറച്ച് ഹാർമോണിക് മൈനർ സ്കെയിലൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ റീ റെക്കോർഡിങ്ങിന് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പലരും ചെയ്തിട്ടുണ്ട്. ഈവൻ എനിക്ക് തോന്നുന്നതിന് മുമ്പ് ബ്ലസ്സിയുടെ ഒരു പടം ഞാൻ ചെയ്തിരുന്നു. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ് അത്. കൽക്കട്ട ന്യൂസ്, ഒരേ കടലിൽ. അതേപോലെ തന്നെ ശ്യാം പ്രസാദ് കുറച്ച് അദ്ദേഹത്തിന് റെഫറൻസസ് ആരുടെ മ്യൂസിക് ഒന്നും എനിക്കറിഞ്ഞൂടാ. പല ഒരു ഫ്യൂ പ്ലേസസ് ഹി ഹാസ് പ്ലേസ്ഡ് സം മ്യൂസിക്. അതിൻ്റെ ഒരു സ്റ്റൈല് വേണം. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഗുഡ്. ഞാൻ തന്നെയാണ് പ്രോഗ്രാം ചെയ്തത്. ഞാൻ തന്നെ ആ മ്യൂസിക് കേട്ടപ്പോൾ അതിൻ്റെ മൂഡ്സ് നമുക്ക് മനസ്സിലായി. എന്നിട്ട് ആ മ്യൂസിക്കിൻ്റെ ബേസിക് ഇൻസ്പിറേഷൻ വെച്ചിട്ട് ഐ കമ്പോസ്ഡ് എ ഡിഫറെൻറ്റ് മ്യൂസിക് ഇൻകോർപ്പറേറ്റിംഗ് ശുഭബന്ധുരാളി രാഗം. ഇപ്പം മലയാളത്തിൽ കുറേ സിനിമകൾ ചെയ്തു. എണ്ണം ഞാൻ ചോദിക്കണില്ലേ, ഒരുപാട് സിനിമകൾ ചെയ്തു. മറ്റ് ഭാഷകളിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു സിനിമയാണ് ആദ്യത്തെ എൻ്റെ മറ്റു ഭാഷ സിനിമ. അതായത് ഫ്രീക്കി ചക്ര, VK പ്രകാശിൻ്റെ. ഞാനിപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇംഗ്ലീഷ് മൂവി, ഹോളിവുഡ് മൂവി ഡാം 999 ചെയ്യുന്നുണ്ട്. അതിൽ 5 പാട്ടുണ്ട്. 5 പാട്ടിൽ 3 ഇംഗ്ലീഷ് പാട്ട്, ഒരു മലയാളം പാട്ട്, ഒരു ഹിന്ദി പാട്ട്. ഇതിനുള്ളിൽ ഒരു കന്നഡ പടം ചെയ്തു. അതും VK പ്രകാശിൻ്റെ തന്നെയാണ്. അതിലൊരു 3 കന്നഡ പാട്ടുണ്ട്. ആ കന്നഡ പാട്ടിൽ 1 ഞാൻ തന്നെ പാടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡയറക്ടർ പ്രിയദർശൻ, എനിക്ക് തോന്നുന്ന ഒരു 15 കൊല്ലമായി അദ്ദേഹമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ട്. അതിനുശേഷം ഇപ്പം ഈ അടുത്ത് കഴിഞ്ഞ മാസമാണ് എൻ്റെ അടുത്ത് പ്രിയൻ വിളിച്ചിട്ട് ഇങ്ങനെ അദ്ദേഹം ബമ്പം പോലെ ഒരു സിനിമയുടെ വർക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവസരത്തിന് അതിനകത്ത് പൂർണ്ണമായിട്ടും ഇൻവോൾവ് ആണ്. ചില സമയത്തൊക്കെ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ റീ റെക്കോർഡിങ് കഴിഞ്ഞ് രാത്രി വീട്ടിൽ പോയി കഴിഞ്ഞാൽ 1 മണിക്കൊക്കെ രാത്രി നമ്മൾ വിളിച്ചിട്ട് പറയും ഇന്ന് നമ്മൾ എടുത്തതിനകത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം ഒന്ന് മാറ്റിയെടുക്കണം നമുക്ക് നാളെ. ഞാനപ്പോൾ ഉറക്കത്തിലായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും ഇയാൾ എന്തുമാത്രം ഭ്രാന്തമായ ഒരു ഇൻവോൾവ്മെൻ്റ് ആണത്. അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആണ്. അന്ന് മൊബൈൽ ഫോണില്ല. ഇപ്പോഴൊക്കെ ആണെങ്കിൽ മൊബൈൽ ഫോണാണെങ്കിൽ നമുക്ക് ഏത് സമയത്തും ഔസേപ്പച്ചൻ്റെ കോള് പ്രതീക്ഷിക്കാം. അന്നും അങ്ങനെ തന്നെയാണ്. ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചിട്ട് രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ എല്ലാ സിറ്റുവേഷനും നമുക്ക് ഇങ്ങനെ പാട്ടായാലും എങ്ങനെ ഉണ്ടാവും, ഈ ടൈപ്പ് പാട്ട് വരും, ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് ഔസേപ്പച്ചൻ നമ്മളെ ശല്യപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടും നമുക്ക് ശല്യമാണെന്ന് വിചാരിച്ചിട്ടുമല്ല. അദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ തൊഴിലിനോടുള്ള അല്ലെങ്കിൽ സംഗീതത്തോടുള്ള അർപ്പണബോധം ആണ് അങ്ങനെ ഒരു രീതി ഔസേപ്പച്ചൻ അവലംബിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. സംഗീതം എന്ന് പറയുന്നത് ജീവിതത്തിലും സ്വഭാവത്തിലും മനസ്സിലും നിറഞ്ഞു നിൽക്കട്ടെ. ചുറ്റുവട്ടത്ത് മുഴുവൻ സംഗീതം ഉണ്ടാവട്ടെ. സംഗീതമയമായ ഒരു ജീവിതം ഉണ്ടാവട്ടെ.